ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ആർട്ട് ഓഫ് ദി ഗെയിം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സമയത്ത് ഈ ഫുട്ബോളിൽ ഒരു പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വെർത്തായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. അപ്പം ആദ്യം തന്നെ പറയാനുള്ളത്, കൊനാമി നമ്മളൊരു പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 11 പ്ലെയേഴ്സിന് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ലോഗിൻ ബോണസ് ആയിട്ട് നമുക്ക് 3 പ്ലെയേഴ്സിനെ കിട്ടുന്നുണ്ട്. ഫിൽഫോർഡിന്, വാൻഡിച്ചിക്ക്, എംബാപ്പെ, അങ്ങനെ 3 പ്ലെയേഴ്സിന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ സ്കിൽ അപ്പിൽ നോക്കുമ്പം അതിനൊരു ആർണോൾഡിനെ കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. പിന്നെ ലെജൻഡ് അസംബിളിൻ്റെ ഭാഗമായിട്ട് ഒരു ഫ്രീ ഡബിൾ ബൂസ്റ്റർ എപ്പിക്കിനെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ സെലക്ഷൻ കോൺട്രാക്റ്റ് എടുത്താണ്ട് നമുക്ക് അതിന് തന്നെ നമുക്കൊരു പവർഫുൾ ആയിട്ടുള്ള എപ്പിക്ക് നമുക്ക് സൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ളത്, യമാലിൻ്റെ ഒരു കാർഡും മെസ്സിൻ്റെ 2 കാർഡും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഡോർട്ട്മുണ്ടിൻ്റെ ലൈസൻസ് വന്നുകൊണ്ട് തന്നെ അവരുടെ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റിന് നമുക്കൊരു പ്ലെയറിനെ സൈൻ ചെയ്യാം. പിന്നെ സമ്മർ ടൂറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 11 പ്ലെയേഴ്സിനെയാണ് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ കോയിൻസിൻ്റെ കാര്യം. 250 കോയിൻസാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് ഒബ്ജക്റ്റീവിൽ നിന്ന് ഒരു 100ഉം PVP മാച്ചസിൽ നിന്ന് ഒരു 100ഉം പിന്നെ ഒരു ഓഫ്ലൈൻ മാച്ചിന് ഒരു 50 കോയിൻസും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നോക്കാനുള്ളത് 30th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമുക്ക് വീക്കിൽ ഓരോ ദിവസവും സൈൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ഫ്രീ ട്രൈ ഇങ്ങനെ കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് 30th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമുക്ക് ടോട്ടൽ ഒരു 12 ഫ്രീ ട്രൈയെങ്കിലും കിട്ടുന്നുണ്ട്. ടോട്ടൽ 300 പ്ലെയേഴ്സ് ഉണ്ട്. നമ്മുടെ ലക്കിനനുസരിച്ച് കിട്ടിയ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ടോട്ടൽ 11 പ്ലെയേഴ്സിനും കിട്ടുന്നുണ്ട്, 250 കോയിൻസും കിട്ടുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ എന്താ പറയുക, സെലക്ഷൻ കോൺട്രാക്റ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 15 ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എത്ര ഓഫ്ലൈൻ മാച്ച്, എത്ര PVP മാച്ചസ് നമുക്ക് ജയിക്കാണ്ട്, അല്ലെങ്കിൽ എത്ര AI മാച്ചസ് നമുക്ക് ജയിക്കാണ്ടെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. ഈ AI മാച്ചസ് എത്ര എണ്ണം ജയിക്കാണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് സ്കിൽ അപ്പിൽ പോയിട്ട് അതിലുണ്ടാവും വിൻ ബൈ ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്ന റൂൾസ്. അതിൽ കയറിയിട്ട് നമ്മൾ ഗോൾഡൻ ഗോൾ കളിക്കുക. എത്ര വിന്നാണ് നമുക്ക് വേണ്ടത് അത്ര ഗോൾഡൻ ഗോൾ കളിച്ച് നമ്മൾ വിന്നാവുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നോക്കാനുള്ളത് PVP മാച്ചസിൻ്റെ കാര്യം അതുപോലെ നോക്കാനുണ്ട്. ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ ഫാദറിൻ്റെ മദറിൻ്റെ ആരുടെയൊക്കെ ഫോൺ എടുത്താൽ ഡ്രസ്സ് കയറ്റിയിട്ട് നമ്മൾ ചെയ്യണം. ഫ്രണ്ട്ലി മാച്ചിൽ റൂള് നമ്മൾ ഗോൾഡൻ റൂളാക്കി മാറ്റുക, എന്നിട്ട് ഗോൾഡൻ ഗോൾ അടിച്ച് ജയിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത്ര ഗോൾസ് സ്കോർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എത്ര ഗോളാണോ വേണ്ടത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഫ്രണ്ട്ലി മാച്ച് സെറ്റ് ചെയ്യുക, ടൈമും കാര്യങ്ങളൊക്കെ. അതിന് ശേഷം എത്ര ഗോളാണ് വേണ്ടത് നമ്മൾ സ്കോർ ചെയ്താൽ മതി. അതൊക്കെ നമുക്ക് ഒറ്റ കളിയിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം പുതിയ